ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നത്തെയും പോലെ ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വചനം. ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കാര്യങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏറ്റുചൊല്ലണം. ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കാര്യങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. അതിനെ മനസ്സിലായല്ലോ. എല്ലാവർക്കും സുഖമൊക്കെ ആയിരുന്നോ? ക്ലാസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നില്ല? സ്കൂളിലെ ക്ലാസ് ഒക്കെ സെക്കൻഡ് ടൈം എക്സാം ഒക്കെ നടക്കുകയായിരിക്കും അല്ലേ? നമുക്കിതിനാണെങ്കിൽ ഞായറാഴ്ച എന്ന ദിവസം നമ്മൾ കൊടുക്കേണ്ടതാണ്, ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ രാവിലെ കണ്ടു അല്ലെ, പങ്കുകൊണ്ടു. നമുക്കിന്റെ മതബോധന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് 10-ാമത്തെ അധ്യായമാണ്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്കുള്ള യാത്ര, അഹ്റോന്റെ മരണം, മോശയുടെ മരണം, ജോർദാനിൽ കടന്ന് കാനാൻ ദേശത്തേക്ക് വരുന്നൊരു സാഹചര്യം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ഒരു സ്മാരകം പണിയുന്നത്, ജെറീക്കോ പട്ടണം അവര് നശിപ്പിക്കുന്നത്, സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യ ഭാഗത്ത് പറഞ്ഞത് സ്മാരകങ്ങൾ പണിയുന്നു. നമ്മള് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ധാരാളം ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? എന്തിനാ സ്മാരകങ്ങൾ പണിയുന്നത്? ഓർമ്മയ്ക്കായിട്ട്. ഓർമ്മ എന്നും തലമുറകളോളം നിലനിൽക്കാൻ വേണ്ടി. നമ്മൾ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? പക്ഷെ നമുക്ക് ഗാന്ധിജി അറിയാം അല്ലെ, നമ്മൾ ആ പടച്ചിത്രം കണ്ടിട്ടുണ്ട്, പലത് സ്മാരകങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയാം. ഇതുപോലെ കർത്താവ് ജോഷുവയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ജോർദാൻ നദി കടക്കുമ്പോൾ നിങ്ങളുടെ 12 ഗോത്രത്തിൽ നിന്നും ഓരോ നേതാവ് വന്ന് ഈ നദിയിൽ നിന്നും ഓരോ കല്ല് ചുമരിൽ വെച്ച് കൊണ്ടുപോയി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം. അത് മാത്രമല്ല, പുരോഹിതന്മാർ നിൽക്കുന്നിടത്ത് ജോഷായും കല്ലുകൾ വെക്കണം. എന്തിനാ? എന്നത്തേക്കും ഓർമ്മയായിട്ട്. ഇനി അടുത്ത തലമുറകൾ വരുമ്പോൾ ചോദിക്കും, എന്തിനാണ് ഈ കല്ലുകൾ, ഈ സ്മാരകങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ജോർദാൻ നദി മുറിച്ചു തന്ന് ആ വരണ്ട സ്ഥലങ്ങളിലൂടെ ഞങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചതിന്റെ ഓർമ്മ. നോർത്തേക്ക് ഇസ്രായേൽക്കാര് തീർവർത്തെങ്കിലും ഞാൻ കാനാൻ ദേശത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ മായാതെ നിന്നൊരു ലക്ഷ്യം, കാനാൻ ദേശം. അവിടേക്കുള്ള ആ ലക്ഷ്യം മറക്കാതെ പോയപ്പോൾ അവര് കാനാൻ ദേശത്തേക്ക് കടക്കുകയാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച് ജോഷ ഈ സ്മാരകങ്ങളൊക്കെ നിർമ്മിച്ചു. ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്നും പേരിട്ടു. തുടർന്ന് ജോഷ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സൈനാധിപൻ നിൽക്കുന്നത് കണ്ടു, വലിയൊരു മനുഷ്യൻ. ജോഷ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്താണോ ശത്രുപക്ഷത്താണോ? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ സൈനാധിപനാണ്. ജോഷ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ആ സൈനാധിപൻ പറഞ്ഞു, നീ നിന്റെ ചെരുപ്പ് ഊരി മാറ്റുവേൻ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, നമ്മുടെ ചെരുപ്പുകളൊക്കെ മാറ്റിവെച്ച് കർത്താവിന്റെ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ വിശുദ്ധമായി നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ ജോഷയോട് പറയും, കർത്താവ് വാഗ്ദാനം പേടമ നിൽക്കുന്ന ഈ ദേശം വിശുദ്ധമാണ്. തുടർന്ന് ജോഷയുടെ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് ജെറീക്കോ പട്ടണം മുഴുവനായിട്ട് തരികയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടച്ചു പൂട്ടാൻ പോവുകയാണ്. നമ്മളും കൊറോണ കാലത്ത് 2 മാസം കാലം അടച്ചു പൂട്ടിയിരുന്നില്ലേ, ഒരിടത്തും പോകാതെ. അത് പണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ജെറീക്കോ അടച്ചു പൂട്ടിയത്, ആരും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 6 ദിവസം ഈ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും ഒരു പ്രാവശ്യം വലം വെക്കണം, പ്രദക്ഷിണം വെക്കണം. നമ്മൾ തിരുനാളിലൊക്കെ പ്രദക്ഷിണം പോകുകയല്ലേ, അതുപോലെ പ്രദക്ഷിണം വെക്കണം. നമുക്കും നിങ്ങൾക്ക് മുമ്പിലെ പുരോഹിതന്മാർ കാഹളം മുഴക്കി 7 പുരോഹിതന്മാർ ഉണ്ടായിരിക്കണം.
വാഗ്ദാനവേടം വഹിക്കണം. ഇങ്ങനെ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം വരുമ്പോൾ 7 പ്രാവശ്യം നിങ്ങൾ വലം വെക്കണം. 7-ാമത്തെ പ്രാവശ്യം വലം വെച്ച് കഴിയുമ്പോൾ കാഹളം മുഴക്കുമ്പോൾ നിങ്ങളെല്ലാവരും തട്ടഹസിക്കണം. ആ സമയത്ത് ജെറിക്കോ മതിലുകൾ താഴെ വീഴും. കർത്താവിന്റെ കൽപ്പനയാണത്. ഓർത്തു നിൽക്കി ബുദ്ധി ചിന്തിച്ച വെറും പൊട്ടത്തരം അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങള് ജോഷ ജനത്തെ അറിയിച്ചു, അവരത് അനുസരിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോൾ 7-ാം ദിവസം അവരുടെ മുമ്പിൽ ആ വലിയ മതില് താഴെ വീണു. നോക്കു നോക്കിയ കർത്താവിന്റെ അത്ഭുതങ്ങൾ. അന്ന് അവർ കാനാൻ ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ജെറിക്കോയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അവരൊരിക്കലും അവർക്ക് മന്ന കിട്ടിയില്ല. മരുഭൂമിയിലൂടെ വിശന്ന് നടന്നപ്പോൾ കർത്താവ് അവർക്ക് മന്ന കൊടുത്തു. എന്നാൽ ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പെസഹ ആചരിച്ചതിന് ശേഷം കർത്താവ് അവർക്ക് മന്ന കൊടുത്തില്ല. അവരവിടെ ഉണ്ടായിരുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് ജീവിച്ചിരുന്നത്. കരുതലോടെ നോക്കുന്ന കർത്താവ് കൊണ്ടു നടക്കുകയാണ് അല്ലെ. ആരുടെ നേതൃത്വത്തില് ഇവര് കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നത്? ആരുടെ നേതൃത്വത്തില്? ജോഷയുടെ. എത്ര ഗോത്രങ്ങളാണ് ഇസ്രായേൽക്കാരെ തിരിച്ചിരുന്നത്? ശരിയാ, 12 ഗോത്രങ്ങള്. അപ്പൊ അവരവിടെ പ്രവേശിച്ചു. കാനാൻ ദേശത്ത് ജെറിക്കോ പട്ടണം നശിപ്പിച്ചതിന് ശേഷം കർത്താവ് അവർക്ക് ഓരോ പട്ടണവും കൊടുക്കുക. ഓരോ സ്ഥലം കർത്താവ് അബ്രാഹത്തിന് കൊടുത്ത അവസാനത്തെ വാഗ്ദാനമായിരുന്നു കാനാൻ ദേശം. അതവിടെ പൂർത്തീകരിച്ചു. അവരെല്ലാ പട്ടണങ്ങളും നശിപ്പിച്ച് ഇവിടെ ഇസ്രായേൽക്കാരെ ആധിപത്യം ഉറപ്പിച്ചു. കരുതലോടെ കർത്താവ് കൊണ്ടു നടന്ന ഒരു ജനതടി അല്ലെ. പ്രതിസന്ധികൾ അവർ തളർന്നായിരുന്നു അല്ലെ. പ്രതിസന്ധികൾ തളരും. ഇപ്പൊ നമ്മളാണെങ്കിലും ഞാൻ ചെറുപ്പക്കാരന്റെ കഥ ബ്രാഡി. അവന് ചെറുപ്പത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഇന്നത്തെ +2 കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ഒരിക്കൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടമുണ്ടായി. അവന്റെ വലത്തുകര മുറിച്ച് കഴിയേണ്ടി വന്നു. വലിയ സമ്പത്തൊന്നുമില്ല, അപ്പം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ജീവിക്കാൻ അവനൊരു വഴിയില്ല. അവൻ പല സ്ഥലത്തും ചെന്ന് മുട്ടി നോക്കിയിട്ട് ജീവിക്കാൻ ഒരു ജോലിക്ക് വേണ്ടി. അപ്പോഴെല്ലാവരും പുച്ഛിക്കരുത്, നിനക്ക് വലതുകയില്ലല്ലോ, വിദ്യാഭ്യാസമില്ല, നീ ഏത് പണിയാ ചെയ്യുന്നത്? ആ ചോദ്യങ്ങളിലെല്ലാം അവന്റെ മനസ്സ് മടുത്തു. അവൻ വളരെയേറെ വേദനിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം പറഞ്ഞത്, ഞാൻ എന്റെ വേദനയൊന്നും കർത്താവിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നേരെ കർത്താവിനോട് തന്റെ വേദന പറഞ്ഞു. കർത്താവ് എനിക്കൊരു പുതിയ കരം തരാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ഈ കരമില്ലാത്ത അവസ്ഥയില് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവും ഒരു കൃപയും നീ എനിക്ക് തരണം. അത് കർത്താവിനോട് ചോദിച്ച നിമിഷം തന്നെ കർത്താവ് അവന് കൊടുക്കുന്ന ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ ആർക്കറിയാം? കർത്താവിനറിയാം. നന്മനസ്സോടുകൂടി ചോദിക്കുന്ന എല്ലാം കർത്താവ് തരും അല്ലെ. അങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആഡംബരത്തിൽ ജീവിക്കാനുള്ളതൊന്നും തരുമെന്നല്ല, നന്മയായിട്ടുള്ള ദൈവം തരും. ഈ ചെറുപ്പക്കാരൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പ്രാവിനെ കാണുക. അവൻ ആ പ്രാവിന്റെ പുറകെ പോയി. പ്രാവ് പറന്നുപോയി. എങ്കിലും അവൻ നടന്ന ഒരു പുസ്തകശാലയുടെ മുമ്പിൽ വന്നു നിന്നു. ആ പുസ്തകശാലയുടെ ഉടമസ്ഥനോട് ചോദിച്ചു, എനിക്കൊരു ജോലി തരുമോ ഇവിടെ? ഞാൻ എന്റെ ഇടത് കൈകൾ കൊണ്ട് ഞാൻ പുസ്തകം കൊടുത്തു കൊള്ളാം. അങ്ങനെ ഈ കുഞ്ഞിന്റെ ചെറുപ്പക്കാരന്റെ ഒരു വിഷമം കണ്ടപ്പോൾ ആ ഉടമസ്ഥൻ അവന് ജോലി കൊടുത്തു. അവിടെ നിന്ന് അവന് പിന്നെ ഒരു ഉയർച്ചയായിരുന്നു. ആ ഉയർച്ചയിൽ അവൻ എല്ലാവരോടും പറഞ്ഞൊരു സത്യമുണ്ട്. എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ലോകത്തോടാണ് ആദ്യം കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ എന്നാണോ ദൈവത്തോട് പറയാൻ തുടങ്ങിയത്, അന്ന് എന്റെ ദൈവം എന്റെ പ്രതിസന്ധിയിൽ ഇടപെട്ടോ എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് തന്നു. ഞാൻ മിടുക്കാനായിട്ട് ജീവിക്കാം. അതെ, നമ്മളും അങ്ങനെ ചെയ്യേണ്ടത്. പ്രതിസന്ധി വരുമ്പോ എന്ത് ചെയ്യണം? കർത്താവിനോട് നമ്മൾ നമ്മുടെ വിവരം പറയണം. നമുക്ക് അടുത്ത ഭാഗത്ത് കിടക്കാം. നമുക്ക് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നമ്മുടെ യാത്ര. ഇസ്രായേൽക്കാര് കാനാൻ ദേശത്തേക്ക് കടന്നതുപോലെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? സ്വർഗം. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. മെക്സിക്കോ എന്നൊരു നഗരത്തിൽ ജീവിച്ചിരുന്ന സെർഗാവോ എന്നൊരു വലിയൊരു ഉദ്യോഗസ്ഥൻ, ധനാഢ്യൻ. അദ്ദേഹത്തിന് വിവാഹമൊക്കെ കഴിഞ്ഞു, വളരെ ആഡംബര രീതിയിലുള്ള വിവാഹം. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവർക്ക് മക്കളുണ്ടായില്ല. ഈ വേദനയിൽ അവരിങ്ങനെ മുമ്പോട്ട് പോയിരുന്ന ഒരു സാഹചര്യത്തില് അവരുടെ പട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയൊരു ചേരി പ്രദേശത്തിലേക്ക് അവർക്ക് യാത്ര പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന പട്ടിണി കിടക്കുന്ന കുറെ ആൾക്കാരാ. വിശന്ന് കിടക്കുന്ന മനുഷ്യന്. ഒരു പെൺകുട്ടി വീപ്പയ്ക്കകത്ത് നിന്ന് വലിച്ചെറിഞ്ഞ ഒരു ഓറഞ്ച് കഴുകിയെടുത്ത് അത്
കഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ അത് അവർക്ക് വളരെയേറെ വേദന തോന്നി. കുറച്ചുകൂടെ മുമ്പോട്ടുള്ള ഒരു സ്ഥാപനം കണ്ടു, ദൈവത്തിന്റെ സ്റ്റോർ എന്നൊരു കട. അവര് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്ന ഫാദർ റിക്ക് എന്നൊരു വ്യക്തി ഈ സ്ഥാപനത്തിലൂടെ സഹായിക്കുമ്പോഴാണ് ഈ ചേരി പ്രദേശത്തുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. അവിടെ എല്ലാം ബുധനാഴ്ച പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇവരിതെല്ലാം കേട്ട് മടങ്ങിപ്പോയി. വീണ്ടും അവര് അടുത്ത ആഴ്ച ഒരു ദിവസം വന്നത് യാദൃച്ഛികമായിട്ട് ബുധനാഴ്ചയായിരുന്നു. അന്ന് അവിടുത്തെ പ്രാർത്ഥനയിലേക്ക് പങ്കുകൊണ്ടു. അപ്പോൾ ആ വൈദികൻ ഇങ്ങനെ പറയാണ്, ദൈവത്തിന്റെ സ്റ്റോറിലെ എല്ലാം തീർന്നുപോയി, നിങ്ങൾ ഇവിടെ വന്നവർ ഇനിയും സഹായിച്ചാൽ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. അത് കേട്ട നിമിഷം ആ ഭാര്യ ഈ ഭർത്താവിനോട് പറഞ്ഞു, എന്റെ ഈ വജ്രമാല ഊരി കൊടുക്കട്ടെ. ഭർത്താവ് സംബന്ധിച്ച് അവർ കൊടുത്തു. പിന്നീട് അവരുടെ ജീവിതം സ്വർഗീയമായിരുന്നു. കാരണം വീട്ടിൽ വന്നുണ്ടായിരുന്ന കോടികളുടെ ഉടമസ്ഥനായിരുന്ന ഇവര് കുറച്ച് സാധനങ്ങളായ എല്ലാം ഈ പതുക്കെ ഈ നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചേരി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി തുടങ്ങി. അവസാനമായപ്പോ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, ഇനി നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ നിക്ഷേപം ഒന്നും ബാങ്കിലില്ല. ആദ്യം ഒരു പതർച്ച, എങ്ങനെ മുമ്പോട്ട് ജീവിക്കും. പക്ഷെ ആ തൊട്ടടുത്ത ദിവസം തന്നെ കർത്താവ് അവരെ പരിപാലിച്ചു. പണ്ടെങ്ങോ കടം കൊടുത്ത ഒരു വ്യക്തി അവർക്ക് അവരുടെ $5000 തിരികെ കൊടുത്തു. ഒന്ന് ഓർത്തു നോക്കി കർത്താവിനെ കരുതല്. ആ കിട്ടിയ തുകയിലും ഏറിയ പങ്കും അവിടെയുള്ള ചേരികൾ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഇവരുടെ ജീവിതം എപ്രകാരമായെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? സ്വർഗീയ അനുഭവം. എത്രയോ നാള് സ്വന്തമായിട്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുത്തപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ഇതിലൊരു സംതൃപ്തി ഉണ്ടാക്കി. അത് ആർക്ക് പ്രീതികരമായി മാറി? ദൈവത്തിന്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഇവർ ചെയ്ത പ്രവർത്തനത്തിൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഓർത്തേക്കപ്പോ സ്വർഗീയ സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് എല്ലാ സുഖസൗകര്യങ്ങളുള്ള ജീവിതമല്ല. ചിലപ്പോ നിരാശരായിരിക്കാം, ദാരിദ്ര്യത്തിൻ്റെതായിരിക്കാം. പക്ഷെ അവിടെ ഞാൻ പരാതി കൂടാതെ ജീവിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എനിക്കൊരു അമ്മച്ചിയെ അറിയാം, പ്രായമുള്ള ഒരമ്മ, പലതരത്തിലുള്ള സഹനങ്ങള്, ജീവിതത്തിലെ മക്കളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകള്, അവസാനമായപ്പോ മരണാവസ്ഥയിലായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അമ്മ അവിടെ കിടക്കുമ്പോൾ ഈ മക്കളൊക്കെ അമ്മയുടെ അടുത്ത് ചെല്ലുക. അപ്പൊ അമ്മ ഐസിയുലാണ്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, സ്വർഗത്തിലെ മരണാവസ്ഥയിൽ ഒരു വ്യക്തിയുടെ ചിന്ത എന്താ? ഞാൻ എന്നും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രാൻസിസ് അസിസി മരണമേ എന്റെ സഹോദരി എന്നൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും മരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയോണ്ടല്ലേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈ അമ്മയുടെ മരണസമയത്ത് അമ്മ പറഞ്ഞ ചില ചിന്തകൾ നിങ്ങളോട് ഞാൻ പറയാം. ഈ അമ്മ മക്കളൊക്കെ അമ്മേനെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ തലയിൽ കൈവച്ചിട്ട് പറയാ, മക്കളെ നിങ്ങൾക്ക് ഈശോ മാത്രമേ ഉള്ളൂ. വേറൊരാൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ ക്ഷമിക്കണം. വേറൊരാൾ പറയാം, മക്കളെ സ്വർഗത്തിൽ പോകാൻ പാടാം. സഹോദര സ്നേഹമോ വലുത് സ്വത്തല്ല. ധാരാളം സ്വത്തുള്ള കുടുംബക്കാരവർ. അതുകൊണ്ട് പറയണം, മക്കളെ സ്വർഗത്തിൽ പോകാൻ സ്വത്തല്ല വേണ്ടത്, സഹോദര സ്നേഹം വേണ്ടേന്ന്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഈ ഭാഗം സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര. ചില സ്വർഗത്തെ ലക്ഷ്യമാക്കുന്ന നമ്മുടെ യാത്രയിൽ ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ ഓർക്കണം. കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ പോകാൻ പാടാം, സ്വർഗത്തിൽ പോകാൻ സ്വത്തല്ല വേണം. പിന്നെന്താ? ദൈവം പഠിപ്പിച്ച കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അല്ലെ? ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ സ്നേഹത്തിലാണ് എന്തുള്ളത്? സ്വർഗമുള്ളത്. അപ്പൊ നമുക്ക് കൽപ്പനകളൊക്കെ പാലിക്കാൻ, കൽപ്പന നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ കൽപ്പനകളൊക്കെ പാലിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭൂമി ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു പേര് ഇല്ലാത്തവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഭക്ഷണമൊക്കെ എന്നും ഉണ്ടാക്കൊണ്ട് പോകുമ്പോൾ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ അവർക്ക് കൊണ്ടു കൊടുക്കാം. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചെറുതായി നിങ്ങൾക്ക് വേണ്ടാന്ന് നോക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ പാവപ്പെട്ട് കൊടുക്കാം. അത് ഒത്തിരി നല്ല പ്രവർത്തനം ചെയ്യാൻ പറ്റി. ക്രിസ്തുമസിന് ഒരുക്കമായിട്ടൊക്കെ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ, ഉണ്ണീശോയ്ക്ക് വേണ്ടി വലിയ പുൽക്കോടും നക്ഷത്രങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാക്കി അലങ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്റെ ഉള്ളിൽ ഉണ്ണീശോ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കണം. എന്റെ ഹൃദയം ഒരു പുൽക്കൂടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പുൽക്കൂട്ടിൽ പിറന്ന് ഉണ്ണീശോ എവിടെ പിറക്കണം? എന്റെ ഹൃദയത്തിൽ പിറന്നാൽ എനിക്ക് എവിടെ പോകാൻ പറ്റും? സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനുള്ള നന്മ പ്രവർത്തികൾക്ക് നമുക്ക് ചെയ്യാം. നമ്മൾ തീരുമാനമെടുക്കും, എന്റെ ജീവിതത്തില് സ്വർഗത്തിലേക്ക് ലക്ഷ്യമാക്കിയുള്ള നന്മ പ്രവർത്തികൾ ഞാൻ
ചെയ്തിരിക്കും. ഈ പാഠഭാഗത്തൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ജോഷയുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എല്ലാവരെയും ദൈവം